10 വർഷം മുന്നെയാണ് ഈ സിനിമ ഞാൻ ആദ്യമായി കാണുന്നത്. സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി എടുത്ത് കാണുവാൻ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ഭാരവും ഭീകരതയും ഭയവും ഒക്കെയാണ് അന്ന് സിനിമ മനസ്സിൽ അവശേഷിപ്പിച്ചത്. 2015-ൽ ലെനി എബ്രഹാംസൺ സംവിധാനം ചെയ്ത ഒരു സർവൈവൽ സൈക്കോളജിക്കൽ ഡ്രാമ മൂവിയാണ് റൂം. ജോയ് എന്ന പെൺകുട്ടിക്ക് 17 വയസ്സുള്ളപ്പോൾ ഒരിക്കൽ സ്കൂളിൽ നിന്ന് മടങ്ങുന്ന വഴി അവളെ ഒരു മനുഷ്യൻ അവളുടെ അടുത്ത് ചെന്നിട്ട് പറയാണ് അയാളുടെ പട്ടിക്കുട്ടിക്ക് സുഖമില്ല, അതിനെ രക്ഷിക്കണം, അതിനെ നോക്കണം എന്ന്. അങ്ങനെ ഈ പെൺകുട്ടി ആ കള്ളത്തരം വിശ്വസിച്ച് അതിനെ നോക്കാൻ പോയപ്പോൾ ഈ മനുഷ്യൻ ജോയിനെ തട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ അയാളുടെ ഗാർഡൻ ഷെഡിൽ ഈ ജോയിനെ കൊണ്ട് തടങ്കിലാക്കി അവിടെ പൂട്ടിയിടാണ്. അങ്ങനെ 1-2 കൊല്ലമല്ല ജോയി അതിൻ്റെ അകത്ത് കിടന്നത്. 7 years 7 കൊല്ലക്കാലങ്ങളാണ് ആ പെൺകുട്ടി അയാളുടെ തടങ്കിൽ ആ ഗാർഡൻ ഷെഡിൽ ആ മുറിക്കുള്ളിൽ കിടന്നത്. ഈ തട്ടിക്കൊണ്ടുവന്ന ആള് ഈ ക്യാപ്റ്റർ ഈ ജോയിയുടെ അടുത്ത് എന്നും രാത്രി വന്നൊരു റൂട്ടീൻ പോലെ ആ പെൺകുട്ടിയെ എന്നും രാത്രി റേപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ജോയി ഒരു കുട്ടീനെ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ജാക്ക്. ജാക്കിന്റെ 5 വയസ്സ് വരെ ജാക്കിന് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ആ റൂമിനുള്ളിൽ തന്നെയാണ് കഴിയുന്നത്. ബാത്റൂമിൽ പോകുന്നതും കുളിക്കുന്നതും ഭക്ഷണം പാചകം ചെയ്യുന്നതും എല്ലാം ഈ മുറിക്കുള്ളിൽ തന്നെയാണ്. എന്നും രാത്രി ഈ ക്യാപ്റ്റർ ജോയിനെ എന്നും വന്ന് ഈ റേപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ജാക്ക് അവിടെയുള്ള ഒരു ക്ലോസറ്റിന്റെ അകത്ത്, ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷെൽഫ് പോലെ ആ നാട്ടിലൊക്കെ ക്ലോസറ്റ് എന്നാണ് പറയുന്നത്, ഇതിനുള്ളിൽ കയറിയാണ് ജാക്ക് എന്നും രാത്രി കിടക്കുന്നത്. ജോയി രണ്ടും കൽപ്പിച്ച് ജാക്ക് വഴി ഈ റൂമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സിനിമയുടെ ഒരു ഹാർട്ട് സീനാണ് അവരിങ്ങനെ എസ്കേപ്പ് ആവുന്ന ആ ഒരു സീൻ. ജാക്കിന്റെ അമ്മയും ജാക്കിനെയും ആ റൂമിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ ഭയങ്കര ഹാർട്ട് പൗണ്ടിങ്ങോടെ കണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ഒരു കിടലൻ സീനാണത്. ജോയും ജാക്കും തിരിച്ച് ജോയുടെ വീട്ടിൽ മടങ്ങിയെത്തുമ്പോഴത്തേക്ക് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ വളരെയധികം മാറിയിട്ടുണ്ടായിരുന്നു. ജോയുടെ പാരന്റ്സ് ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ജോയുടെ ഫ്രണ്ട്സ് ഒക്കെ അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ജോയി അക്സെപ്റ്റ് ചെയ്യുകയും അതിനെതിരെ വരുന്ന ഫ്രസ്ട്രേഷനും ഡിപ്രഷനും ഒക്കെ നല്ല രീതിയിൽ തന്നെ സിനിമ കാണിച്ചിട്ടുണ്ട്. ഒടുവിൽ ഒരു പോയിന്റിൽ അവൾ ഹോസ്പിറ്റലിലേക്ക് മാറുകയാണ്. അപ്പോൾ ജാക്ക് പിന്നീട് വന്ന് ജാക്കിന്റെ അമ്മൂമ്മയോട് പറയുന്നുണ്ട് റൂം മിസ് ചെയ്യുന്നുണ്ട്, അവിടെ ചെയ്തിരുന്ന പല കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അതുപോലെ തന്നെ ഈ പുതിയ വീട്ടിലെ ഇതുപോലെ ക്ലോസറ്റിലേക്ക് അവൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. കാരണം അവൻ 5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ക്ലോസറ്റിലാണ് രാത്രി കിടന്നുറങ്ങുന്നത്. ഇപ്പോഴാണ് അവൻ ആദ്യമായിട്ട് ഒരു കട്ടിലൊക്കെ കിടന്നുറങ്ങുന്നത്. അങ്ങനെ അവൻ എപ്പോഴും പക്ഷേ റൂമിനെ പറ്റി മെയിൻ ആയിട്ട് പറയാ അവിടെ എപ്പോഴും അവന്റെ അമ്മ ഉണ്ടായിരുന്നു എന്നാണ്. സിനിമ ഉടനീളം ജാക്കിന്റെ പെർസ്പെക്റ്റീവിലാണ് കഥ പറഞ്ഞു പോകുന്നത്. അവന്റെ ഇന്നർ തോട്ട്സും അവന്റെ ചിന്തകൾ അവന്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് അവന്റെ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാപ്റ്ററിനെ കുറിച്ച് അധികം ഒന്നും ന്യൂസിലോ അയാൾ എന്തായിരുന്നു അയാളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയോ ഒന്നും തന്നെ എവിടെയും പറയുന്നില്ല. പുതിയ ലോകത്ത് ഈ ജാക്ക് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത് എന്നാണ് കഥ മെയിൻലി ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് വേ ടു ഡീൽ വിത്ത് സച്ച് ഹെവി സബ്ജക്ട് മാറ്റർ. ജാക്ക് പുതിയ വീട്ടിൽ വന്നതിന് ശേഷമാണ് സ്റ്റെയർ കേസ് കാണുന്നത്. മുൻപ് അവന്റെ മുറിയിൽ കിടക്കുമ്പോൾ ഒരിക്കലും അവന് സ്റ്റെപ്പ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പുതിയ വീട്ടിൽ വരുന്നതിന് ശേഷമാണ് അവൻ ആദ്യമായിട്ട് വളരെ ബുദ്ധിമുട്ടി സ്റ്റെപ്പുകൾ കയറുന്നത്. ഒരു ദിവസം ജാക്ക് അമ്മയോട് പറയണം നമുക്ക് ആ റൂമിലേക്ക് വീണ്ടും പോകാം, വീണ്ടും താമസിക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ആ റൂമിലേക്ക് വീണ്ടും പോവാണ്. ജാക്ക് അവിടെയുള്ള എല്ലാ സാധനങ്ങളോടും ടേബിളിനോടും ചെയറിൽ കിടക്കുന്നതിനോടൊക്കെ ഗുഡ് ബൈ പറയാണ്. ഒരു ക്ലോഷർ നൽകി അവിടെ നിന്ന് രണ്ടുപേരും അമ്മയോടും പറയാണ് ബൈ പറയാൻ റൂമിനോട്. അങ്ങനെ രണ്ടുപേരും ഒരു ബൈ ഒക്കെ പറഞ്ഞ് ഒരു ക്ലോഷർ ഒക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. കുഞ്ഞു കുട്ടിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനോട് ഒരു ക്ലോഷർ കൊടുത്ത് ബൈ പറഞ്ഞ് ഇറങ്ങി പോകാൻ കഴിയുമെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു നമുക്കും അങ്ങനെ നമ്മൾ ബാക്കി വെച്ച ഓരോ കാര്യങ്ങൾക്ക് ക്ലോഷർ കൊടുത്ത് സുഖമായിട്ട് ഇറങ്ങി പോകാൻ സാധിക്കും.